രണ്ടാം ലോക മഹായുദ്ധം മുതൽ സൈനിക വാഹനങ്ങൾ അടക്കമുള്ളവയുടെ സഞ്ചാരത്തിനായാണ് ബെയ്ലി പാലം ഉപയോഗിച്ചിരുന്നത്. ബ്രിട്ടീഷ് സർക്കാരിൽ ഉദ്യോഗസ്ഥനായിരുന്ന ഡൊണാൾഡ് ബെയ്ലിയുടെ ആശയമായിരുന്നു ഇത്. ഉരുക്കും തടിയുമാണ് പാലത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ. താരതമ്യേന ഭാരക്കുറവുള്ള ഘടകങ്ങളായതിനാൽ നിർമ്മാണ സമയത്ത് ട്രക്കുകളിലെത്തിക്കാൻ എളുപ്പമാണ്. അടിയന്തര ഘട്ടങ്ങളിലാണ് ഇവ പ്രയോജനപ്പെടുക. ചെറിയ വാഹനങ്ങൾക്ക് പോകാൻ കഴിയുന്ന തരത്തിലായിരിക്കും ഇവയുടെ നിർമ്മാണം. ഭാരം താങ്ങാനുള്ള ശേഷി അനുസരിച്ച് ക്ലാസ് 40 ടൺ, ക്ലാസ് 70 ടൺ വിഭാഗങ്ങളിലുള്ള പാലങ്ങളാണ് സാധാരണ നിർമ്മിക്കുന്നത്. ബെയ്ലി പാലത്തിൻ്റെ ഇരുമ്പ് കൊണ്ട് മുൻകൂട്ടി നിർമ്മിച്ച ഭാഗങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാവുന്നതാണ്. ഒരു വശത്തു നിന്ന് പാലത്തിൻ്റെ ഭാഗങ്ങൾ കൂട്ടിയോജിപ്പിച്ച ശേഷം തള്ളി നീക്കി എതിർവശത്തെ അടിത്തറയ്ക്ക് മുകളിൽ എത്തിച്ചാണ് പാലമുറപ്പിക്കുന്നത്. തുടർന്ന് നട്ട് ബോൾട്ടുകൾ ഉപയോഗിച്ച് സ്പാനുകൾ ബലപ്പെടുത്തും. ശേഷം സ്പാനിന് മുകളിൽ ഇരുമ്പ് പാളികൾ ഉറപ്പിക്കുന്നതോടെ ബെയ്ലി പാലം സഞ്ചാരയോഗ്യമാകും. പത്തനംതിട്ട ജില്ലയിലെ റാന്നി പാലം 1996 ജൂലൈ 29-ന് തകർന്നു വീണപ്പോൾ കരസേന പകരം നിർമ്മിച്ച ബെയ്ലി പാലമായിരുന്നു പകരം ഉപയോഗിച്ചിരുന്നത്. ഇതാണ് കേരളത്തിൽ നിർമ്മിച്ച ആദ്യത്തെ ബെയ്ലി പാലം. കേരളത്തിലെ സന്നിധാനത്താണ് സംസ്ഥാനത്ത് നിലവിലുള്ള ബെയ്ലി പാലം നിർമ്മിച്ചിരിക്കുന്നത്. കരസേനയുടെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് 90 ലക്ഷം ചിലവിൽ 2011 നവംബർ 7-നായിരുന്നു പാലം പൂർത്തിയാക്കിയത്. പത്തനംതിട്ട ജില്ലയിലെ അടൂർ ഏനാത്തിൽ 2017 ഏപ്രിലിൽ കല്ലടയാറിന് കുറുകെയുള്ള MC റോഡിൽ പത്തനംതിട്ട, കൊല്ലം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഏനാത്ത് പാലം തകർന്നതിനെ തുടർന്നുണ്ടായ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനാണ് താൽക്കാലിക പാലം സൈന്യം നിർമ്മിച്ചത്. ചെറിയ വാഹനങ്ങൾക്ക് മാത്രം കടന്നുപോകാൻ സാധിക്കുന്ന 55 മീറ്റർ നീളവും 3.5 മീറ്റർ വീതിയുമുള്ള ക്ലാസ് 18 വിഭാഗത്തിലുള്ള പാലമായിരുന്നു ഇത്. സെക്കന്ദരാബാദിൽ നിന്നാണ് പാലം നിർമ്മാണത്തിനുള്ള സാമഗ്രികൾ ഏനാത്തിലെത്തിച്ചത്. 5 മാസത്തോളം ബെയ്ലി പാലത്തിലൂടെയാണ് ചെറിയ വാഹനങ്ങൾ കടന്നുപോയിരുന്നത്. ശേഷം പഴയ പാലം നവീകരിച്ചതിന് ശേഷം സൈന്യം ബെയ്ലി പാലം പൊളിച്ചു കളയുകയായിരുന്നു. വയനാട്ടിൽ ചൂരൽമലയെയും മുണ്ടക്കൈയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏക യാത്രാമാർഗമായിരുന്ന പാലവും റോഡുമാണ് കഴിഞ്ഞ ദിവസത്തെ ശക്തമായ മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയത്. ഇതോടെ ദുരന്തത്തിൽ പരിക്കേറ്റവരെയും കുടുങ്ങിക്കിടക്കുന്നവരെയും മുണ്ടക്കൈയിലെത്തിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ആദ്യം ചെറിയ ബെയ്ലി പാലം പണിതു. രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാൻ വീതി കുറഞ്ഞ പാലത്തിന് പകരം 190 അടി നീളമുള്ള ബെയ്ലി പാലം നിർമ്മിക്കാനാണ് സൈന്യം തീരുമാനിച്ചത്. ചെറിയ മണ്ണുമാന്തി യന്ത്രം കടന്നുപോകാൻ സാധിക്കുന്ന തരത്തിലുള്ള പാലമാണ് സൈന്യം നിർമ്മിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് വ്യോമസേനാ വിമാനത്തിലാണ് പാലത്തിൻ്റെ നിർമ്മാണ ഭാഗങ്ങളും ഉപകരണങ്ങളും കണ്ണൂരിലെത്തിച്ചത്. തുടർന്ന് 17 ട്രക്കുകളിലായി സാമഗ്രികൾ മുണ്ടക്കൈയിലെത്തിച്ചു. കണ്ണൂർ പ്രതിരോധ സുരക്ഷാ സേനയിലെ ക്യാപ്റ്റൻ പുരൺ സിംഗ് നഥാവത്താണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്.